Hi dear students, welcome back to Xylem Learning. ആണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ പൊളിറ്റിക്കൽ സയൻസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് വാട്ട് ഇസ് ഡെമോക്രസി ആൻഡ് വൈ ഡെമോക്രസി എന്നുള്ളത് അല്ലേ. അപ്പോൾ ആ ഒരു ചാപ്റ്ററിലെ ഒരു ചെറിയൊരു ഭാഗമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. വാട്ട് ഈസ് ഡെമോക്രസി എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഡെമോക്രസി, എന്താണ് ജനാധിപത്യം എന്ന് ചോദിക്കുമ്പോൾ മക്കൾക്ക് എല്ലാവർക്കും അറിയാം, പീപ്പിൾസ് ഓൺ ഗവൺമെൻറ്റിനെയാണ് നമ്മൾ ഡെമോക്രസി എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാ മക്കളും കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഒരു ക്ലാസ് കംപ്ലീറ്റ് ആയിട്ടും കാണുക. ഓക്കെ, നമുക്കൊരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് ഡെമോക്രസി എന്നുള്ള ഭാഗം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, എല്ലാവരും ഒന്ന് ചില്ലായിരിക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് എന്താണ് ഡെമോക്രസി, ആ വേർഡ് എവിടെ നിന്നാണ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഈ ഒരു വേർഡ് വന്നിട്ടുള്ളതെന്നാണ്. ഫസ്റ്റ് നമ്മൾ എന്താണ് ഡെമോക്രസി എന്ന് നോക്കാം. ഡെമോക്രസി ഈസ് എ ഫോം ഓഫ് ഗവൺമെൻറ് ഇൻ വിച്ച് ദ റൂളേഴ്സ് ആർ ഇലക്റ്റഡ് ബൈ ദ പീപ്പിൾസ് എന്നതാണ്. ഡെമോക്രസി എന്ന് പറയുന്ന ഒരു ഫോം ഓഫ് ഗവൺമെൻറ് ആണ്. അവിടെ ഇതിപ്പോൾ നമ്മൾ പൊളിറ്റിക്കൽ ഏരിയ ആണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഡെമോക്രസി ഈസ് എ ഫോം ഓഫ് ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ ആ ഗവൺമെൻറ്റിലെ റൂളേഴ്സ് എന്ന് പറയുന്നത് അവിടുത്തെ ഈ പറയുന്ന നമ്മളെ ഗവേൺ ചെയ്യുന്നത് ആരാണ്, നമ്മൾ ഇലക്ട് ചെയ്യുന്ന പേഴ്സൺസ് ആണ് അല്ലേ. നമ്മളുടെ പീപ്പിൾസ് റെപ്രസെൻറ്റേറ്റീവ്സ് ആണ്, അല്ലെങ്കിൽ നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്ന ആളുകളാണ് എന്ത് ചെയ്യുക, നമ്മളെ ഗവേൺ ചെയ്യുക അല്ലെങ്കിൽ നമ്മളെ റൂൾ ചെയ്യുന്നത്. അപ്പോൾ റൂളേഴ്സ് ആർ ഇലക്റ്റഡ് ബൈ ദ പീപ്പിൾ, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളാണ് എന്ത് ചെയ്യുക ഈ ഡെമോക്രാറ്റിക്കൽ ഗവൺമെൻറ്റിൽ റൂളേഴ്സായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അധികാരികളായിട്ട് ഭരണാധികാരികളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഡെമോക്രസി എന്ന് പറയുന്നത് പീപ്പിൾസ് ഓൺ ഗവൺമെൻറ്, ജനങ്ങളുടെ സ്വന്തം ഭരണകൂടം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നതും. ഇനി ഈ ഒരു വേർഡ് എവിടെ നിന്നാണ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഡെമോക്രസി എന്ന് പറയുന്ന വേർഡ് എവിടെ നിന്നാണ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഡെമോക്രസി എന്നുള്ള വേർഡ് വന്നിട്ടുള്ളത് ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് അല്ലേ. ഗ്രീക്ക് വേർഡായിട്ടുള്ള ഡിമോസ് ആൻഡ് ക്രാഷ്യ, ഈ 2 വേർഡിൽ നിന്നാണ് എന്ത് വന്നിട്ടുള്ളത്, യെസ് ഡെമോക്രസി എന്നുള്ള വേർഡ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്തൊക്കെയാണ് വേർഡ്സ്, ഡിമോസ് ആൻഡ് ക്രാഷ്യ, ഈ 2 വേർഡുകളിൽ നിന്നാണ്, ഈ 2 വേർഡ്സാണ് എന്ത് വന്നിട്ടുള്ളത്, ഡെമോക്രസി എന്നുള്ള വേർഡ് വന്നിട്ടുള്ളത്. അപ്പോൾ റൂൾ ബൈ ദ പീപ്പിൾ എന്നുള്ളതാണ് നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ പീപ്പിൾസ് ഓൺ ഗവൺമെൻറ്, അല്ലെങ്കിൽ ഡെമോസിൻ്റെ മീനിങ് പീപ്പിൾ എന്നും ക്രാഷ്യയുടെ മീനിങ് റൂൾ എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു പവർ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഡെമോക്രസി എന്ന് പറയുമ്പോൾ പീപ്പിൾസ് ഓൺ ഗവൺമെൻറ് എന്ന് പറയുന്നത്. കാരണം ഇതിൽ ആര് തന്നെയാണ് ഗവേൺ ചെയ്യുന്നത്, നമ്മളൊരാളെ ഇലക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളൊരാളെ സെലക്ട് ചെയ്യുന്നു. നമ്മൾ സെലക്ട് ചെയ്യുന്ന വോട്ട് ത്രൂ അല്ലെങ്കിൽ യൂണിവേഴ്സൽ ആഡൽറ്റ് ഫ്രാഞ്ചൈസ് പ്രകാരം പ്രായപൂർത്തിയായ എല്ലാ ആളുകൾക്കും വോട്ട് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. അങ്ങനെ വോട്ട് ചെയ്ത് നമ്മൾ സെലക്ട് ചെയ്യുന്ന ആ ഒരു പേഴ്സണാണ് നമുക്ക് വേണ്ടി ഗവേൺ ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഡെമോസ് ആൻഡ് ക്രാഷ്യ, ഈ 2 വേർഡും ചേർന്നിട്ടാണ് ഡെമോക്രാഷ്യ എന്നുള്ള വേർഡിൽ നിന്നാണ് എന്ത് വന്നിട്ടുള്ളത്, ഡെമോക്രസി എന്നുള്ള ഇംഗ്ലീഷ് വേർഡ് വന്നിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് ഡിറൈവ് ചെയ്തിട്ടുള്ളത് എവിടെ നിന്നാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് നമുക്ക് കാണാൻ പറ്റും. ആ ഗ്രീക്ക് വേർഡാണ് എന്ത് മക്കളെ, നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഡെമോക്രാഷ്യ എന്നുള്ള ഗ്രീക്ക് വേർഡിൽ നിന്നാണ്, ഡെമോസ് ആൻഡ് ക്രാഷ്യ എന്നുള്ള ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഡെമോക്രസി എന്നുള്ള വേർഡ് എന്ത് ചെയ്തിട്ടുള്ളത്, ഡിറൈവ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇനി വാട്ട് ഇസ് ഡെമോക്രസി ആൻഡ് വൈ ഡെമോക്രസി എന്നുള്ള ചാപ്റ്റർ നമ്മൾ അടിപൊളിയായിട്ട് എടുത്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ എന്ത് ചെയ്യുക, നമ്മുടെ നിഞ്ച ബാച്ചിൽ അല്ലേ, നമ്മുടെ സൈലത്തിലെ മക്കൾക്ക് വേണ്ടി 9th CBSE മക്കൾക്ക് വേണ്ടി സൈലം ഒരുക്കിയിട്ടുള്ള ബാച്ചാണ് നിഞ്ച ബാച്ച്. അവിടെ നമ്മൾ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ചാപ്റ്ററൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ കൃത്യമായിട്ടും എല്ലാ മക്കൾക്കും ഈ കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞതുമാണ്. അപ്പോൾ ഇവിടെ ഈ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലൊക്കെ അവിടെ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ഇനിയും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ സീറ്റ് ഉറപ്പ് വരുത്തുക കേട്ടോ. 2999 രൂപയാണ് ഒരു വർഷത്തേക്ക് വരുന്നത്. വളരെയധികം ഫീച്ചേഴ്സുള്ള എന്താ പറയുക ഡെയിലി ലൈവ് ക്ലാസ്സസും റെക്കോർഡഡ് ക്ലാസ്സസും, അതുപോലെ തന്നെ എല്ലാ ക്ലാസ്സസ് കഴിയുമ്പോഴും നോട്ട്സും സ്ലൈഡ്സും, ഓരോ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഓരോ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും കൃത്യമായിട്ടുള്ള എക്സാമിനേഷനും അതിൻ്റെ ആൻസർ കീറ്റ് ലൈവായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുകയും നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ഫാക്കൽറ്റീസ് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുക അവിടെ ക്ലാസ് എടുക്കുന്നത്. ഇത്രയധികം ഫീച്ചേഴ്സുള്ള ഈ ഒരു ബാച്ചിൽ ഇനിയും ജോയിൻ ചെയ്തില്ലെങ്കിൽ അവിടെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യുക മക്കളെ, ഉടൻ തന്നെ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സീറ്റ് ഒന്ന് കൺഫേം ചെയ്യുക. നമ്മൾ കഴിഞ്ഞിട്ടില്ല, നമ്മൾ ഡെമോക്രസിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ എന്താണ് ഡെമോക്രസി എന്നുള്ള വേർഡ് എവിടുന്നാണ് ഡിറൈവ് ചെയ്തത് നമ്മൾ പറഞ്ഞു. ഇനി മീനിങ് ഓഫ് ഡെമോക്രസി നമുക്ക് നോക്കാം. ഡെമോക്രസിയുടെ മീനിങ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ പറ്റും representative will form the government and make a policy on behalf of the people according to the powers and functions given by the constitution. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളാണ് ഗവൺമെൻറ് ഫോം, ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആളുകളാണ് ഗവൺമെൻറ് ഫോം ചെയ്യുന്നത്. അവരാണ് ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുക, ഗവേൺ ചെയ്യുന്നത്. അവർ എന്തനുസരിച്ചാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തൊക്കെയാണോ ആവശ്യപ്പെട്ടിട്ടുള്ളത് അത് ഒബേ ചെയ്തുകൊണ്ട് തന്നെയാണ് ആർക്ക് വേണ്ടി ഗവേൺ ചെയ്യുക, പബ്ലിക്കിന് വേണ്ടി അല്ലെങ്കിൽ പീപ്പിൾസ്
പീപ്പിൾസിന് വേണ്ടി ഗവേൺ ചെയ്യാൻ നമുക്ക് കാണാൻ പറ്റും. ഇനി ദ പീപ്പിൾസ് ഹാവ് ഓൾസോ റൈറ്റ് ടു റിമൂവ് ദ റെപ്രസെൻറ്റേറ്റീവ് ഇഫ് ദേ ആർ നോട്ട് പെർഫോമിങ് ഹിസ് ഓർ ഹെർ ഡ്യൂട്ടി പ്രോപ്പർലി. പ്രോപ്പറായിട്ട് ഒരു റൂളർ അല്ലെങ്കിൽ നമ്മൾ ഇലക്ട് ചെയ്യുന്ന പേഴ്സൺ, നമ്മുടെ പീപ്പിൾസ് റെപ്രസെൻറ്റേറ്റീവ് പ്രോപ്പറായിട്ടും ഗവേൺ ചെയ്യുന്നില്ല, അയാളുടെ ഡ്യൂട്ടി ചെയ്യുന്നില്ല എങ്കിൽ അവരെ റിമൂവ് ചെയ്യാനും നെക്സ്റ്റ് ടൈമിൽ അവർ ഇലക്ഷൻ നമുക്ക് എന്ത് ചെയ്യണം, അവരെ തോൽപ്പിക്കാനും ഉള്ള പവർ ആർക്കുണ്ട്, പീപ്പിൾസിനുണ്ട്. അതിനാണ് ഇലക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് മുമ്പിലേക്ക് വരുന്നത്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് കാണാൻ പറ്റും മറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഡെമോക്രസി നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും. In a democracy, the final decision-making power must rest with those who elected by the peoples. നമ്മൾ ഇലക്ട് ചെയ്തിട്ടുള്ള പേഴ്സൺസ് തന്നെയാണ് ഫൈനൽ ഡിസിഷൻസ് എടുക്കുക. ഫൈനൽ ഡിസിഷൻ മേക്കേഴ്സ് എന്ന് പറയുന്നത് ആരാണ്? നമ്മൾ ഇലക്ട് ചെയ്തിട്ടുള്ള പേഴ്സൺസ് ആണ്. നമ്മൾ ഇലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്യണം, ചൂസ് ചെയ്യണം അല്ലേ? ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ തന്നെ നമ്മൾ ചൂസ് ചെയ്യണം. നമ്മളിപ്പോൾ ഒരാൾ വോട്ട് ചെയ്യുമ്പോൾ അയാൾ എന്തൊക്കെ ചെയ്യും, അയാളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അയാൾ എന്തിനൊക്കെ എന്തിനൊക്കെ അയാൾക്ക് കപ്പാസിറ്റി ഉണ്ട് അല്ലെങ്കിൽ ക്യാപ്പബിൾ ആണ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഒരു റൂളറെ നമ്മൾ ജയിപ്പിക്കും, വെറുതെ ജയിപ്പിക്കരുത്. അല്ലെങ്കിൽ ഒരു കാൻഡിഡേറ്റിനെ നമ്മൾ ജയിപ്പിക്കും, വെറുതെ ജയിപ്പിക്കരുത്. അപ്പോൾ നമുക്ക് വേണ്ടി ലോ മേക്ക് ചെയ്യേണ്ട, നമുക്ക് വേണ്ടി ഡിസിഷൻ മേക്ക് ചെയ്യേണ്ട ആളുകളെയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് എന്ന് നമ്മൾ റിയലൈസ് ചെയ്യണം. അപ്പോൾ അവരാണ് നമുക്ക് വേണ്ടി എന്ത് മേക്ക് ചെയ്യുന്നത്, ലാസ്റ്റ് ഫൈനൽ ഡിസിഷൻ മേക്കേഴ്സ് എന്ന് പറയുന്നത് ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ആണ്. അവർ ഇലക്ട് ചെയ്യുന്നത് ആരാണ്? നമ്മളാണ് എന്ന് മക്കൾ എന്ത് ചെയ്യണം, ഓർക്കണം കേട്ടോ. അതുപോലെ തന്നെ എ ഡെമോക്രസി മസ്റ്റ് ബി ബേസ്ഡ് ഓൺ എ ഡെമോക്രസി മസ്റ്റ് free and fair election where those currently in power have the fair chance of losing. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ആരാണ് ഇപ്പോൾ ഗവേൺ ചെയ്യുന്ന പാർട്ടി അവർക്ക് ഒരുപോലെ തന്നെ തോൽക്കാനുള്ള സാധ്യത ഉണ്ടാവണം. ഫെയർ ആയിരിക്കണം, ഫ്രീ ആൻഡ് ഫെയർ ആയിട്ടുള്ള ഒരു ഇലക്ഷൻ ആയിരിക്കണം ഡെമോക്രസിയിൽ നടപ്പിലാക്കേണ്ടത്. ഇപ്പോൾ ഒരു റൂളർ ഗവേൺ ചെയ്യുന്നു, അടുത്ത ഇലക്ഷൻ വരുമ്പോൾ അവർ തന്നെ ജയിക്കണം, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പാർട്ടി ഗവേൺ ചെയ്യുന്നു, അടുത്ത ഇലക്ഷൻ വരുമ്പോൾ അവർ തോൽക്കാനും ജയിക്കാനും ഈക്വൽ പോസിബിലിറ്റി ആയിരിക്കണം. അവർക്ക് ജയിക്കാനും ചാൻസ് ഉണ്ടാവണം, തോൽക്കാനും മേ ബി തോൽക്കും ചെയ്യാം. അപ്പോൾ ഡെമോക്രസി എന്ന് പറയുന്നത് ഫ്രീ ആൻഡ് ഫെയർ വേയിലൂടെ മാത്രമായിരിക്കണം ഉണ്ടാവേണ്ടത്. ഒരിക്കലും എന്തുണ്ടാവരുത്, ഒരു തരത്തിലുള്ള എന്താ പറയുക കൃത്രിമങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ ചതികളോ വഞ്ചനകളോ ഒന്നും പാടില്ല. ഫ്രീ ആൻഡ് ഫെയർ ആയിട്ടുള്ള ഒരു പ്രോപ്പർ വേയിലൂടെ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഇലക്ഷൻസും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യേണ്ടത്. ഇൻ എ ഡെമോക്രസി ഈച്ച് അഡൽട്ട് സിറ്റിസൺ മസ്റ്റ് ഹാവ് വൺ വോട്ട് ആൻഡ് ഈച്ച് വോട്ട് മസ്റ്റ് ഹാവ് വൺ വാല്യൂ. നമുക്ക് കാണാൻ പറ്റും ഡെമോക്രസിയിൽ ഇലക്ഷൻ സിസ്റ്റത്തിൽ എല്ലാ സിറ്റിസണിനും എത്ര വോട്ടാണുള്ളത്? ഒരു വോട്ടാണുള്ളത്. എല്ലാ വോട്ടിനും എന്ത് തന്നെയാണുള്ളത്? ഒരേ വാല്യൂ തന്നെയാണുള്ളത്. എല്ലാ അഡൽട്ട് സിറ്റിസൺസുമാണ് അല്ലെങ്കിൽ 18 years ആയിട്ടുള്ള യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് പ്രകാരം സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം പ്രകാരം 18 വയസ്സായ ഏതൊരു ഇന്ത്യൻ പൗരനും എന്ത് ചെയ്യാം, ഇന്ത്യയിൽ വോട്ട് ചെയ്യാം എന്നും പറയുന്ന പോലെ തന്നെ ഡെമോക്രാറ്റിക് കൺട്രിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ആ എല്ലാവരുടെ വോട്ടിനും ഈക്വൽ വാല്യൂ ആയിരിക്കണം ഉണ്ടാവേണ്ടത്, ഒരേപോലെയുള്ള വാല്യൂ ആയിരിക്കണം ഉണ്ടാവേണ്ടത് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇനി democratic government rules within limits set by constitution, law and citizens rights. ഈ പറയുന്ന പോലെ തന്നെ ഡെമോക്രാറ്റിക്കൽ ഗവൺമെൻറ് ഗവേൺ ചെയ്യേണ്ടത് എന്ത് ബേസ് ചെയ്തിട്ട് തന്നെയാണ്? സിറ്റിസൺസിൻ്റെ എല്ലാ റൈറ്റ്സിനെയും കൃത്യമായിട്ടും എന്ത് ചെയ്യണം, അവർക്ക് കിട്ടുന്ന രീതിയിൽ അതൊന്നും ഡിനൈ ചെയ്യാത്ത രീതിയിൽ, അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തൊക്കെയാണോ ഡിമാൻഡ് ചെയ്തിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ലോ പ്രകാരം അത് ഒബേ ചെയ്തുകൊണ്ടായിരിക്കണം ഈ ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് എന്ത് ചെയ്യേണ്ടത്, ഗവേൺ ചെയ്യേണ്ടത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഓപ്പോസിഷൻ പാർട്ടിക്കാണെങ്കിലും ഫ്രീ ആയിട്ടും ആഫ്റ്റർ ഇലക്ഷൻ അവർക്കും എന്ത് ചെയ്യാൻ പറ്റണം, ഫ്രീ ആയിട്ടും അവർക്ക് ആർഗ്യൂ ചെയ്യാൻ പറ്റണം, അവരുടെ എന്താ പറയുക അവരുടെ ആ ഒരു ഒപ്പീനിയൻ അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. ഓപ്പോസിഷൻ പാർട്ടിക്കും എന്ത് ചെയ്യാൻ പറ്റണം, കൃത്യമായിട്ടും ഫങ്ഷൻ ചെയ്യാൻ പറ്റണം. ബിക്കോസ് സ്ട്രോങ് ആയിട്ടുള്ള ഓപ്പോസിഷൻ പാർട്ടി ഉണ്ടാകുമ്പോൾ മാത്രമേ ഗവൺമെൻറ് എന്ത് ചെയ്യുള്ളൂ, അതിനേക്കാളും ബെറ്റർ ആവുള്ളൂ. കാരണം ക്രിട്ടിസൈസ് ചെയ്യാൻ എന്ത് വേണം, സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഓപ്പോസിഷൻ ടീംസും വേണം. അപ്പോൾ അതിനടുത്ത് ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ആർ ബേസ്ഡ് ഓൺ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് പൊളിറ്റിക്കൽ ഇക്വാലിറ്റി. പൊളിറ്റിക്കൽ ഇക്വാലിറ്റി എന്നുള്ള ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസിൻ്റെ ബേസിലാണ് എന്ത് നിലനിൽക്കുന്നുള്ളത്, ഡെമോക്രസി നിലനിൽക്കുന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ വാട്ട് ഈസ് ഡെമോക്രസി എന്നുള്ള ഈ ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ കംപ്ലീറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ഡെമോക്രസി എന്നുള്ള ഭാഗം ഇവിടെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എന്താണ് ഡെമോക്രസി എന്ന് മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് 9th CBSE മക്കൾക്ക്. അപ്പോൾ ആ ഒരു ഭാഗം നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്യാണ് മക്കളെ. ഇനിയും ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോസുമായിട്ട് ഓരോ ടോപ്പിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ തൽക്കാലം ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ. ഓക്കെ, ബൈ. താങ്ക് യു.